ഹിന്ദു മുസ്ലിം ജനസംഖ്യയിൽ മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കുടുംബങ്ങൾ ഉദാഹരണമാക്കി അഭിപ്രായം പങ്കുവച്ച് പ്രമുഖ ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പി.സി. ജോർജ് മുസ്ലിം വിഭാഗത്തിനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു രാഹുൽ. ഈ വേളയിലാണ് സൂപ്പർ താരങ്ങളുടെ കുടുംബങ്ങളിലെ സാഹചര്യം രാഹുൽ ഉദാഹരണമായി പങ്കുവച്ചത്. മമ്മൂട്ടിയുടെ മക്കൾ ഒരു പ്രായമെത്തും മുമ്പ് തന്നെ വിവാഹിതരായെന്നും ശേഷം അവർക്ക് കുട്ടികൾ ഉണ്ടായെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ മറുവശത്ത് മോഹൻലാലിന്റെ 2 മക്കളും 30 പിന്നിട്ടെങ്കിലും വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നും ഹിന്ദുമതത്തിൽ അങ്ങനെയൊരു സാമൂഹിക സാഹചര്യമല്ല ഉള്ളതെന്നും രാഹുൽ പറയുന്നു. പി.സി. ജോർജ് സാർ ഉയർത്തിവിട്ട വിവാദത്തിൽ പ്രതികരിക്കുന്നത് 2 തരം ആളുകളാണ്. ഒന്ന്, അദ്ദേഹം പങ്കുവച്ച കണക്കുകൾ മുഴുവൻ തെറ്റാണെന്ന് തെളിവ് സഹിതം ഉയർത്തിക്കാട്ടുന്ന ആളുകളാണ്. അവർ അദ്ദേഹത്തിന്റെ വാദങ്ങൾ പാടെ തെറ്റാണെന്ന് പറയുന്നു. പിന്നൊരു കൂട്ടർ അദ്ദേഹത്തിന്റെ അഭിപ്രായം അന്ധമായി സ്വീകരിച്ച് ന്യായീകരിക്കുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നത് ഇതിന്റെ നടുക്ക് എവിടെയോ ആണ് സത്യമെന്ന്. അത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഉദാഹരണം വെച്ച് ഞാൻ പറയാം. ഇവർ നമ്മുടെ ഏറ്റവും വലിയ 2 താരങ്ങളാണ്. മമ്മൂക്കയുടെ ആരാധകനാണ് ഞാൻ, ലാലേട്ടന്റെ ഭക്തനാണ് ഞാൻ. ഇവരുടെ കുടുംബങ്ങൾ നോക്കൂ. മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ വിവാഹം കഴിച്ച് കുട്ടിയുണ്ടായി. അദ്ദേഹത്തിന്റെ മകളും കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടായി. ലാലേട്ടന്റെ മക്കൾ 2 പേരും പ്രഗത്ഭരാണ്. പക്ഷേ പ്രണവും മോഹൻലാലിന്റെ മകളും ഒക്കെ 30കളിലേക്ക് കടന്നു കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. അവർ കുടുംബജീവിതം ആരംഭിച്ചിട്ടില്ല. അപ്പോൾ വൈകിയ വിവാഹങ്ങൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? ദുൽഖറിന്റെ മകൻ കല്യാണം കഴിക്കാൻ പ്രായമാവുമ്പോഴേക്കും ഒരുപക്ഷെ പ്രണവിന്റെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നതേ ഉണ്ടാവുകയുള്ളൂ. പ്രണവ് നാളെ കല്യാണം കഴിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന കുട്ടി സ്കൂളിൽ മാത്രമായിരിക്കും. അപ്പോൾ പ്രണവിന്റെ കുട്ടിയുടെ കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ ദുൽഖറിന്റെ മകൻ കല്യാണപ്രായവും ആ രീതിയിലുള്ള ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെയുള്ള കല്യാണങ്ങളും വേണം. ഹിന്ദു സമൂഹത്തിൽ ഇത്തരമൊരു രീതിയില്ല. ലാലേട്ടന്റെ കുടുംബത്തെ വെച്ച് പറയുന്നു എന്നേ ഉള്ളൂ. എനിക്കുൾപ്പെടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു പോകുന്നത്. സർക്കാരിന്റെ ഔദ്യോഗിക ഡാറ്റകൾ മുന്നിൽ വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഏകദേശം 1.1 മുതൽ 1.3 വരെയാണ്. ക്രിസ്ത്യാനിയുടേത് 1.6 മുതൽ 1.8 വരെയാണ്. മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഏകദേശം 2.5 മുതൽ 2.7 വരെയാണ്. എല്ലാ സമൂഹങ്ങൾക്കും യഥാർത്ഥത്തിൽ വേണ്ടത് 2 എന്ന കണക്കാണ്. ഇത് ലോകാരോഗ്യ സംഘടന പറയുന്നതാണ്. ഈ ഫെർട്ടിലിറ്റി റേറ്റ് ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ഇത്തരം കാര്യങ്ങൾ മറച്ചുവെച്ച് അത് ലൈംഗികത, കുട്ടി എന്നിങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ പരസ്പര സൗഹൃദത്തിൽ സാഹോദര്യത്തോടെ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കുതിര കയറുകയല്ല വേണ്ടത്. എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്.